മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി എൻജിഒ യൂണിയൻ. കൊല്ലം തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് എൻജിഒ യൂണിയൻ ഉപരോധിച്ചു. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തലങ്ങും വിലങ്ങും രാഷ്ട്രീയം നോക്കി ആ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സ്ഥലം മാറ്റുന്ന നടപടികൾ നടക്കുന്നു. അത് ഒരു സർക്കാർ ഓഫീസുകളിൽ മാത്രമല്ല, ഇതിൽ എല്ലാ ഓഫീസുകളിലും, ഇത് സർക്കാർ മേഖലയിലും അതുപോലെ തന്നെ പൊതുമേഖലയിലുമൊക്കെ ഈ സ്ഥലമാറ്റ നടപടികൾ നടക്കുന്നു. മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടല്ല സ്ഥലമാറ്റം, യോഗ്യതകൾക്ക് വിധേയമായിട്ടല്ല സ്ഥലം മാറ്റം നടക്കുന്നതെല്ലാം രാഷ്ട്രീയം നോക്കിയാണ്. എൻജിഒ അസോസിയേഷന്റെയും അതുപോലെ ഭരണാനുകൂല സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇതിലാണ് ഇപ്പോൾ ഈ സ്ഥലമാറ്റ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് എൻജിഒ യൂണിയൻ ഉൾപ്പെടെയുള്ള KGUA ഉൾപ്പെടെ ജോയിന്റ് കൗൺസിൽ എല്ലാവരും ഇതിലൊരു ആക്ഷേപം. ഇപ്പോൾ കൊല്ലത്ത് മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റം റദ്ദ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം കേരള എൻജിഒ യൂണിയന്റെ അതുപോലെ KGUAയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലേക്കാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഈ സമരത്തിന്റെ ഒരു ഇതെന്താ? ഇവിടെ LSCD വകുപ്പിൽ പൊതുസ്ഥലം മാറ്റം നടത്തിയതിന് ശേഷം പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സ്ഥലം മാറ്റം ആരംഭിച്ചതാണ്. 15 പേരടങ്ങുന്ന ഒരു സ്ഥലം മാറ്റ ഉത്തരവ് ആദ്യം ഇറക്കി. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരടക്കമുള്ളവർ, അതിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാരെ ഉൾപ്പെടെ വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി. അതുപോലെ തന്നെയാണ് ഒരു 28 ജീവനക്കാരുൾപ്പെടുന്ന അടുത്ത ഉത്തരവ്. ആ ഉത്തരവിലൊന്നും ഒരു മാനദണ്ഡവും പാലിക്കപ്പെട്ടിട്ടില്ല. OAമാരുടെ ലിസ്റ്റിൽ UDക്കാർക്ക് കടന്നുകൂടി. അത് UD ആണോ OA ആണോ എന്ന് പോലും പരിശോധിക്കാതെ എഴുതി കൊടുക്കുന്നതിനടിയിൽ ഓഫീസർ ഒപ്പിട്ട് പോവുകയാണ്. ഇതൊരു ക്രൂര വിനോദം പോലെ തുടരുകയാണ്. ഒരു മനസ്സാക്ഷിയുമില്ലാതെ വനിതകളെ, ഭിന്നശേഷിക്കാരെ 60-65 കിലോമീറ്റർ ദൂരത്തേക്ക് സ്ഥലം മാറ്റി വിനോദത്തിലേർപ്പെട്ടിരിക്കുന്നത് അവസാനിപ്പിക്കണം. ആ ഉത്തരവ് ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അവസാനം ഇറക്കിയ ഉത്തരവ് റദ്ദ് ചെയ്തത് റദ്ദ് ചെയ്ത് തന്നെ തുടരുകയും മുൻപ് ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ പിൻവലിക്കുകയും വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഡിമാൻഡ് അംഗീകരിക്കുന്നത് വരെ തുടർ പ്രക്ഷോഭം നടത്താൻ ആലോചിക്കുക. ഇതിപ്പോ അതാണ് ഇതിൽ OA എന്നോ അല്ലെങ്കിൽ ഇതിൽ ക്ലർക്കാണെന്നോ എന്താണ് UD ക്ലർക്കാണെന്നോ വ്യത്യാസം നോക്കാതെ തസ്തിക പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഒരു രാഷ്ട്രീയ പകയോടുകൂടി ആ ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ സ്ഥലം മാറ്റുന്നു എന്നാണ് എൻജിഒ യൂണിയൻ ഇക്കാര്യത്തിൽ അവരുടെ ആക്ഷേപവും പരാതിയും. ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, കേരളം മുഴുവനും ഇതുപോലെ എല്ലാ ജില്ലയിലും ഈ നിലവിൽ ഈ പ്രതിഷേധം തുടരുകയാണ്. VD സതീശൻ സർക്കാരിന്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയ പകയോടുകൂടി ജീവനക്കാരോട് പെരുമാറുക. നിലവിൽ സർക്കാർ സേവനങ്ങൾ കിട്ടേണ്ട എല്ലാ സ്ഥലത്തും ഇതെല്ലാം അട്ടിമറിക്കുന്നു. ഇതിൽ അഴിമതിക്ക് കളമൊരുക്കുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ സ്ഥലമാറ്റ നടപടികൾ എന്നൊരു ആക്ഷേപവും ശക്തമാണ്.